ഹായ് എവരി വൺ, ബിയോണ്ട് ദി പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇളനീർ പായസ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമാണ്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 1 ലിറ്റർ പാല്, ഒരു തേങ്ങയുടെ പകുതി ചിരവിയത്, 3 ഇളനീർ, കുറച്ച് അണ്ടി, അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 3 ഇളനീരിൻ്റെ വെള്ളം, 1 കപ്പ് പഞ്ചസാര, കുറച്ച് മുന്തിരി, ഒരു 4-5 ഏലക്കായ. ആദ്യം നമുക്ക് അതിലേക്കുള്ള തേങ്ങാപ്പാലൊന്ന് അടിച്ചെടുക്കാം. അതിലൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ടതിന് ശേഷം കുറച്ച് ഇളനീരിൻ്റെ വെള്ളം കൊണ്ട് തന്നെ ഇതൊന്ന് അടിച്ചെടുക്കാം. പായസത്തിൽ കൂടുതൽ വെള്ളം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളനീരിൻ്റെ വെള്ളം കൊണ്ട് തന്നെ ഈ തേങ്ങാപ്പാൽ അടിച്ചെടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണം. ഇനി ഒരു അരിപ്പ വെച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഇപ്പോൾ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് ഇളനീര് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്നിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇളനീരിൻ്റെ വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചത് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏലക്കായും കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഏലക്കായ് പൊടിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കായ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നല്ലോണം തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാം. പാലിപ്പോൾ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. പാലും കണ്ടൻസ്ഡ് മിൽക്കും നല്ലോണം മിക്സ് ആയതിന് ശേഷം പൊടിച്ചു വെച്ച ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം.
ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് തണുപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ വേറെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച ഇളനീരിൻ്റെ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇളനീർ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കാം. ഇനി അവസാനമായി നമുക്ക് എടുത്തു വെച്ച അണ്ടി മുന്തിരി കുറച്ച് ബട്ടറിൽ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. ഇത് കുടിക്കുമ്പോൾ ഇളനീരിൻ്റെ കഷ്ണങ്ങൾ കൂടി കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഇളനീർ പായസം ഇവിടെ റെഡിയായി. ഈ പായസം നമുക്ക് തണുപ്പിച്ചിട്ടാണ് കഴിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ പായസം നമുക്ക് നല്ല ഭംഗിയുള്ള 2 മൺചട്ടിയിലേക്ക് സെർവ് ചെയ്യാം. ഇതിലിരിക്കുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.